ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻസ് ആണ്. നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള നമ്മളുടെ വീഡിയോസിൽ ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ എന്താ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുറച്ചുകൂടെ ഒരു ഇലാബറേറ്റീവ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആയിരിക്കും ഇവിടെ. നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നേരത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹ്യൂറിസ്റ്റിക് ഫങ്ഷനിൽ എച്ച് വാല്യൂ അല്ലേ, അതാണല്ലോ ഹ്യൂറിസ്റ്റിക്സ്, എച്ച് ഓഫ് എന്നിനെ ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് നമുക്ക് പല വഴികളുണ്ട്. അപ്പം അതിലേത് വഴി ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇപ്പം അത് ഹ്യൂറിസ്റ്റിക് ഫങ്ഷൻ്റെ ഒരു അഡ്മിസിബിലിറ്റീനൊക്കെ കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുക്കുന്നുണ്ട്. അത് നമ്മളുടെ 8 പസിൽ ആണ്. 8 പസിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ടോയ് പ്രോബ്ലംസിൽ. 8 പസിൽ എന്ന് പറയുമ്പോഴത്തേനും ഇതേ താഴെ കൊടുത്തേക്കുന്ന പോലെ നമ്മൾക്ക് 8 ടൈൽ ഉണ്ടാവും. 8 ടൈൽ ജമ്പിൾഡ് ആയിരിക്കും. അവരെ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ വെക്കണം. ബ്ലാങ്ക് ടൈലിനെ ഫസ്റ്റ് വെക്കണം. ഓക്കെ, ഇനി ഇതിനായിട്ട് എനിക്ക് ഹ്യൂറിസ്റ്റിക്സ് എടുക്കുമ്പോൾ, ഇതിപ്പോൾ ഓൾറെഡി എച്ച് ഓഫ് എൻ നമുക്ക് ക്വസ്റ്റ്യന് കൊടുക്കുന്നതുകൊണ്ട് സാരമില്ല. പക്ഷേ എച്ച് ഓഫ് എൻ നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ 2 ഹ്യൂറിസ്റ്റിക് വാല്യൂസ് H1 and H2 നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ H1 H2 അല്ല, നിങ്ങൾക്ക് കുറേ എച്ച് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളിന് 2 H1 H2 ഞാൻ എടുക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ എൻ്റെ ഹ്യൂറിസ്റ്റിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലെറ്റ് ഇറ്റ് ബി ദ നമ്പർ ഓഫ് മിസ്പ്ലേസ്ഡ് ടൈൽസ്. ഓക്കെ, ഇവിടെ എൻ്റെ എച്ച് ഓഫ് എൻ അപ്പം എന്തായിരിക്കും? നമ്പർ ഓഫ് മിസ്പ്ലേസ്ഡ് ടൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കറക്റ്റായിട്ടുള്ള പ്ലേസിലല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു 2 ഇമേജ് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം. സോ ദ നമ്പർ ഓഫ് മിസ്പ്ലേസ്ഡ് ടൈൽ ഇസ് 8. ഇനി H2 ആയിട്ട് ഞാൻ എടുക്കുന്നത് സിറ്റി ബ്ലോക്ക് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ മാൻഹാട്ടൻ ഡിസ്റ്റൻസ് ആണ്. മാൻഹാട്ടൻ ഡിസ്റ്റൻസ് എന്ന് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലോക്കിനെ കറക്റ്റ് ഗോളിലോട്ട് എത്തിക്കാനായിട്ട് എന്തുമാത്രം ഡിസ്റ്റൻസ് വേണ്ടി വരും. ലെറ്റ് us ടേക്ക് ബ്ലോക്ക് 1. 1ൻ്റെ ഒറിജിനൽ പൊസിഷൻ എന്നാണ് ഇവിടെയാണല്ലേ. അതിനെത്ര മൂവ്സ് വേണം ആ ഒരു പൊസിഷനിലോട്ട് എത്താൻ? 1, 2 and 3. അപ്പം 1ൻ്റെ കാര്യത്തിൽ അങ്ങനെ. ഇനി 2 എടുത്തേ. 2ന് ഒറ്റ മൂവ്മെൻറ്റ് മതി 2ൻ്റെ കറക്റ്റ് പ്ലേസിലോട്ട് വരാനായിട്ട്. 3 എടുത്തേ. 3 കറക്റ്റ് പ്ലേസിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ 1, 2. അങ്ങനെ ഞാൻ എല്ലാ നമ്പേഴ്സിൻ്റെയും കൂടെ ഒരു സമ്മ് ചെയ്തപ്പോഴത്തേനും എനിക്ക് കിട്ടിയ വാല്യൂ ആണ് 18. അപ്പം ഈ 8 നമ്പേഴ്സിൻ്റെയും കൂടെ മാൻഹാത്തൻ ഡിസ്റ്റൻസ് നമ്മൾ സമ്മപ്പ് ചെയ്യുമ്പോഴത്തേനും ഐ വിൽ ഗെറ്റ് എ ടോട്ടൽ ഓഫ് 18. അപ്പോൾ എനിക്കിപ്പം 2 ഹ്യൂറിസ്റ്റിക് വാല്യൂസ് ആണുള്ളത്, H1ഉം H2ഉം, അതായത് 8ഉം 18. ഇനി ഞാൻ ഇതിനെ ബേസ് ചെയ്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിനകത്ത് എനിക്ക് ഐദർ H1 അല്ലെങ്കിൽ H2 കൺസിഡർ ചെയ്യും. അപ്പോൾ ഏതാണ് ഞാൻ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ. ഏത് H1, ഞാനിപ്പോൾ H1 ആണെങ്കിലും H2 ആണെങ്കിലും ചൂസ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും എൻ്റെ ഹ്യൂറിസ്റ്റിക് പെർഫോമൻസ്. അതായത് നമ്മളുടെ നമ്പർ ഓഫ് നോട്ട്സും ഏത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് സാമ്പിൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അതിൽ നിന്നും നമുക്ക് ഏത് H1 ആണോ H2 ആണോ ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അടുത്തത് ക്വാളിറ്റി. യൂഷ്വലി നമ്മൾ സിൻസ് H2 ഇസ് ഗ്രേറ്റർ ദാൻ H1, അതും ഒരു കണ്ടീഷനാണ്. അങ്ങനെ പല കണ്ടീഷൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് വി ടേക്ക് H2. H1നെ ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് H2 കുറച്ചുകൂടി യൂണിഫോം ആണ്, അത് ഹയർ വാല്യൂ ആണ്, പക്ഷെ ഓവർ എസ്റ്റിമേറ്റഡ് അല്ല. അതായത് നമ്മളുടെ അഡ്മിസിബിലിറ്റി പറഞ്ഞപ്പോഴത്തേനും ഓവർ എസ്റ്റിമേറ്റഡ് അല്ല, വിച്ച് മീൻസ് ദാറ്റ് മൈ H2 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് H*. ഓക്കെ, ആ ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യുന്ന അത്രയും ടൈം, എന്നാൽ അത് കുറച്ചുകൂടെ ഹയർ വാല്യൂ ആകുമ്പോഴത്തേനും ഹ്യൂറിസ്റ്റിക്സിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പം അതാണ് ഈ ഒരു 8 പസിൽ പ്രോബ്ലത്തിൽ നമുക്ക് പറയാനുള്ള ഒരു എക്സാമ്പിൾ. ഇനി അഡ്മിസിബിൾ ഹ്യൂറിസ്റ്റിക്സ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഞാനിപ്പോൾ ആദ്യമേ ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു റിലാക്സ്ഡ് പ്രോബ്ലത്തിൻ്റെ ജനറേറ്റിംഗ് അഡ്മിസിബിൾ ഹ്യൂറിസ്റ്റിക്സ് ഫ്രം റിലാക്സ്ഡ് പ്രോബ്ലമാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. നമ്മൾ ഇപ്പം എനിക്ക് റിലാക്സ്ഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇവിടെ പാടില്ല. ഓക്കെ, ഒരുപാട് റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കും. നമുക്ക് H1 H2 ഉണ്ട്, ഞാൻ ഇതിനകത്തൊന്ന് H2നെ സെലക്ട് ചെയ്തെന്ന് വിചാരിക്കും. യൂഷ്വലി നമ്മളുടെ 8 പസിൽ പ്രോബ്ലം എങ്ങനെയാണ്? എൻ്റെ ഈ ഒരു ബ്ലോക്കിനെ കറക്റ്റ് പ്ലേസിൽ കൊണ്ടുവരണം ആൻഡ് ഇറ്റ് ക്യാൻ ഓൺലി മൂവ് ലെഫ്റ്റ്, ടോപ്പ്, ബോട്ടം, അത് അഡ്ജസൻ്റ് ആയിട്ടുള്ളത് മാത്രം മൂവ് ചെയ്യാൻ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഈ ഒരു 5നെ എടുത്ത് ലിഫ്റ്റ് ചെയ്ത് എനിക്ക് ഇവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമോ? ഇല്ല, അതിവിടെ പോകണം,
ഇവിടെ പോകണം, ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയാലും മതി. എനിവേസ് അതവിടെ എത്തണം. അങ്ങനെ അഡ്ജസൻസി വെച്ച് മൂവ് ചെയ്ത് എത്താനായിട്ടേ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ഇമാജിൻ, ഒരു റിലാക്സ്ഡ് പ്രോബ്ലത്തിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഞാൻ വെക്കുന്നില്ല. അതായത് എ ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വേർട്ടിക്കലി ബിയുമായിട്ട് അഡ്ജസൻ്റ് ആണെങ്കിൽ മൂവ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ബി ബ്ലാങ്ക് ആണെങ്കിൽ എ ടു ബി മൂവ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിന് പകരം അവർക്ക് അഡ്ജസൻ്റ് ആണെങ്കിലും മൂവ് ചെയ്യാം, ബ്ലാങ്ക് ആണെങ്കിലും മൂവ് ചെയ്യാം. അത് എ ടു ബി എവിടെ ആണെങ്കിലും എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിലാക്സ്ഡ് അല്ലേ, റെസ്ട്രിക്ഷൻസ് കുറവല്ലേ. അപ്പത്തേനും നമ്മളുടെ ഹ്യൂറിസ്റ്റിക് വാല്യൂ നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് ഹ്യൂറിസ്റ്റിക് വാല്യൂ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി നമ്മൾക്ക് കണ്ടീഷൻസ് റിമൂവ് ചെയ്ത് റിലാക്സ്ഡ് പ്രോബ്ലത്തിൽ നിന്നും നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു 8 പസിൽ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് സബ് പ്രോബ്ലംസിൽ നിന്ന് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളുടെ 1, 2, 3, 4 ഇത്രയും നമ്മളുടെ ഈ ഒരു 1 to 8 വരെയുള്ള നമ്പേഴ്സിൽ ഇത്രയും മാത്രം ഞാനൊരു സബ് പ്രോബ്ലം ആയിട്ട് എടുത്ത് ഇവിടെ ചെയ്യുവാണ്. ഓക്കെ, H2 ഹ്യൂറിസ്റ്റിക്സ് വാല്യൂ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കും. അപ്പം ഇവിടെ ഞാൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇവിടെ എന്ത് വാല്യൂ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ മാറ്റർ ചെയ്യുന്നില്ല അല്ലേ. പക്ഷെ എന്നാലും ഇൻ ദി എൻഡ് ഇവരെല്ലാം കറക്റ്റ് പൊസിഷനിലാണ് എന്നുള്ളൊരു അസംഷനിലാണ് ഇവിടെ വരുന്നത്. അപ്പം നമ്മളുടെ വലിയൊരു പ്രോബ്ലം, അതായത് 1, 2, 3, 4, 5, 6, 7, 8 ഞാൻ അറേഞ്ച് ചെയ്യുന്നതിന് പകരം ഇപ്പം അതിൻ്റെ ഒരു ഇപ്പം എനിക്കില്ലെങ്കിൽ 1 to 8 വരെ അറേഞ്ച് ചെയ്യാൻ അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ് പ്രോബ്ലംസ് എനിക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് വൈസ് വേഴ്സ, ഇതിൻ്റെ സബ് പ്രോബ്ലം എനിക്കറിയാമെന്ന് വിചാരിക്കും. ഇപ്പോൾ 1, 2, 3, 4 എനിക്ക് സോൾവ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതും മോസ്റ്റ് പ്രോബബ്ലി ഇറ്റ് ക്യാൻ ഫോൾ ഇൻ ടു ദ പ്ലേസ്. അതാണ് സബ് പ്രോബ്ലത്തിൽ നിന്നും എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സബ് പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഡേറ്റാബേസസ്, പാറ്റേൺ ഡേറ്റാബേസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ഈ ഒരു 8 പസിൽ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലേണിംഗ് ഹ്യൂറിസ്റ്റിക്സ് ഫ്രം എക്സ്പീരിയൻസ്. ഫ്രം എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേനും ഇതുപോലെ കുറേ 8 പസിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഓക്കെ H(n) ഈ വാല്യൂ ആണെങ്കിൽ നല്ലതാണ്, H1 ആണ് ഭേദം അല്ലെങ്കിൽ H2 ആണ് ഭേദം എന്നുള്ളത് ഫ്രം ദി എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ലേൺ ചെയ്യാം. അതുപോലെ തന്നെ ലേണിംഗ് അൽഗോറിതം യൂസ് ചെയ്യാം. ഈ ലേണിംഗ് അൽഗോറിതം യൂസ് ചെയ്യുമ്പോഴത്തേനും ടെക്നിക്സ് ലൈക്ക് ന്യൂറൽ നെറ്റ്, ഡിസിഷൻ ട്രീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ ലേണിംഗ് അൽഗോറിതം ക്രിയേറ്റ് ചെയ്ത് അത് യൂസ് ചെയ്ത് ബെസ്റ്റ് H(n) വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു H(n) കണ്ടുപിടിക്കുന്നത്. ദാറ്റ്സ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 2.